മഴ തോരും മുൻപേ സീരിയൽ നായിക യഥാർത്ഥത്തിൽ ദുഃഖപുത്രിയോ? ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. CV നിർമ്മല എന്ന പേരിൽ ജോയ്സി എഴുതി മനോരമയിൽ പബ്ലിഷ് ചെയ്ത നോവലാണ് മഴ തോരും മുമ്പേ. വായനക്കാരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ച നോവലാണിത്. സാധാരണ ഏഷ്യാനെറ്റിലെ മറ്റു സീരിയലുകൾ പോലെ കണ്ണീർ നായിക പരിവേഷമാണ് ഇതിലെ നായികക്ക് എന്ന സംശയം ചില പ്രേക്ഷകർക്കെങ്കിലും ഇല്ലാതില്ല. എന്നാൽ നോവൽ വായിച്ചവർ ഇത് അംഗീകരിക്കില്ല എന്നതാണ് വാസ്തവം. ഈ നോവലിലെ ആദ്യ അധ്യായത്തിലെ ആദ്യ വാക്ക് അലീന എന്നതായിരുന്നു. ഇത് അലീനയുടെ കഥയാണ്. അച്ഛനും അമ്മയും വലിയ തറവാടികൾ ആണെങ്കിലും ജനിച്ചതു മുതൽ അനാഥയായി കഴിയേണ്ടി വന്ന അലീന എന്ന പെൺകുട്ടിയുടെ കഥ. കോളേജ് പഠനകാലത്ത് വൈജയന്തി എന്ന പാവം പെൺകുട്ടി സ്റ്റാൻലി എന്ന ക്രിസ്ത്യൻ പയ്യനുമായി പ്രണയത്തിലാവുകയും രഹസ്യവിവാഹം നടത്തുകയും ചെയ്യുന്നു. അതിൽ അവർക്ക് ജനിച്ച മകളാണ് അലീന. അന്യമതസ്ഥനെ വിവാഹം ചെയ്യുന്നതിനുള്ള ദുരഭിമാനം കാരണം വൈജയന്തിയുടെ അച്ഛൻ രണ്ടുപേരെയും തമ്മിൽ വേർപിരിക്കുകയും അവർക്കുണ്ടായ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞു മരിച്ചുപോയി എന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അമ്മയാണ് വൈജയന്തി. ഒന്നും അറിയാത്ത ആ കുഞ്ഞ് അങ്ങനെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ സ്നേഹനികേതനത്തിൽ സ്നേഹത്തിന് കുറവില്ലാത്ത ആ അനാഥാലയത്തിൽ അവൾ വളരുന്നു. അമ്മയുടെ സ്ഥാനത്ത് കണ്ട ബ്രിജിതാമ നഷ്ടപ്പെട്ട അലീന പിന്നീട് എത്തപ്പെടുന്നത് തന്റെ സ്വന്തം അമ്മയുടെ അരികിലാണ്. എന്നാൽ കാണാൻ ആഗ്രഹിച്ച അമ്മയിൽ നിന്നും ലഭിച്ചത് കരുണയില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുന്നവളാണ് അലീന. വൈജയന്തിക്ക് അവൾ വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട മകളാണ്. നോവലിലെ അലീന ഒരിക്കലും ഒരു ദുഃഖപുത്രിയല്ല, പകരം പലർക്കും പ്രചോദനമാണ്. അവൾ പ്രതികരണശേഷിയും കുറുമ്പുമൊക്കെയുള്ള നായികയാണ് അലീന. പക്ഷേ പെട്ടെന്ന് മാറിവരുന്ന സാഹചര്യങ്ങളോട് അവൾ പൊരുത്തപ്പെട്ടു വരികയാണ്. ഈ നോവലിലെ ത്രെഡ് മാത്രം എടുത്ത് ചെയ്ത സീരിയലാണ് കുങ്കുമപ്പൂവ്. 2 സീരിയലുകളും തമ്മിൽ സാമ്യമുണ്ടെങ്കിലും അതിലേറെ വ്യത്യാസവുമുണ്ട്. മഴ തോരും മുമ്പേ നോവലിലെ ഓരോ കഥാപാത്രവും പ്രേക്ഷകരിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കി കടന്നു പോകുന്നവരാണ്. വീട്ടുകാരുടെ സ്വാർത്ഥത വൈജയന്തിയെ മറ്റൊരാളാക്കി മാറ്റി. കാമുകനാൽ ചതിക്കപ്പെട്ടു എന്ന് സ്വയം തെറ്റിദ്ധരിക്കപ്പെട്ടു. അനുഭവങ്ങൾ അവളെ അഹങ്കാരിയാക്കി മാറ്റി. അവളുടെ കർക്കശ സ്വഭാവത്തിൽ ഇരയാക്കപ്പെടുന്നത് സ്വന്തം മകളാണെന്ന സത്യം അവൾ തിരിച്ചറിയുന്നില്ല. സ്വന്തം മക്കളോടും വളരെ പരുക്കൻ രീതിയിൽ തന്നെയാണ് വൈജയന്തി പെരുമാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സായികുമാറിന്റെ മകളായ വൈഷ്ണവി സായികുമാറാണ് വൈജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നോവലിൽ എഴുതപ്പെട്ട നായകനെ പോലെ തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന നായകനാണ് ഈ സീരിയലിലേത്. മുത്തശ്ശനിലൂടെ അലീന തന്റെ മുറപ്പെണ്ണാണ് എന്ന് തിരിച്ചറിയുന്ന നായകൻ കഥാപാത്രമാണ് മനുശങ്കർ. ഇവിടെ അലീനയ്ക്കൊരു ആശ്വാസമായി മനുശങ്കർ എത്തുമ്പോൾ കഥ കൂടുതൽ മനോഹരമാകുന്നു. നിശബ്ദ പ്രണയത്തിന്റെ കഥയും പറഞ്ഞു പോകുന്ന അലീന മനു കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു. കുടുംബത്തിന്റെ നാണക്കേടോർത്ത് മുത്തശ്ശൻ ചെയ്ത തെറ്റിന് പകരമായി മനുശങ്കറിൽ അവളുടെ സംരക്ഷണം ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കഥയിലെ ചിന്നുമോൾ എന്ന കൊച്ചുകുട്ടി യഥാർത്ഥത്തിൽ നോവൽ എഴുത്തുകാരൻ ജോയ്സിയുടെ കൊച്ചുമകളാണ്. കൂടാതെ നോവലിലും ശ്രദ്ധേയമായ കഥാപാത്രമാണ്. അലീനയും ചിന്നൂട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ കാണാനാകും. ഭാര്യയുടെ മുൻകാലമറിയാതെ അവര് വിവാഹം കഴിച്ച ബാലചന്ദ്രന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് നടൻ കിഷോറാണ്. രേവതികുട്ടി അലീനയ്ക്ക് അയച്ച കത്തിലൂടെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും അലീനയോട് ആ നീരസം കാണിക്കാതെ അവളുടെ കൂടെ നിൽക്കുന്ന നല്ലവനാണ് ബാലചന്ദ്രൻ. അലീനയുടെ സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കാനും സഹായിക്കുന്ന ബാലചന്ദ്രനെ വായനക്കാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ബാലചന്ദ്രന്റെ മരണം വായനക്കാരെ ഒരുപാട് കണ്ണീരണിയിച്ചിരുന്നു. നടൻ സായികുമാറിന്റെ സഹോദരിമാരിൽ മൂത്ത സഹോദരി ശോഭ മോഹൻ ബ്രിജിതമ്മ എന്ന കഥാപാത്രത്തെ വളരെ നന്നായിട്ടാണ് അവതരിപ്പിച്ചത്. വളരെ ചുരുക്കം സീനിൽ മാത്രമേ ഈ ഒരു കഥാപാത്രം ഉള്ളൂ എങ്കിലും അവസാനത്തോളം പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കഥാപാത്രമാണിത്. ആക്സിഡന്റിൽ മകനെ നഷ്ടപ്പെട്ട ഗ്രേസമ്മയുടെയും മാമച്ചന്റെയും ജീവിതത്തിലേക്ക് കടന്നുവരുന്ന പെൺകുട്ടിയായി ആണ് രേവതികുട്ടി. രേവതിയായി എത്തുന്നത് കെസിയ തോമസ് ആണ്. ചില സീനുകളിൽ നായികയേക്കാൾ മികച്ച അഭിനയം രേവതികുട്ടി കാഴ്ചവെക്കുന്നുണ്ട്. മഞ്ഞുരുകും കാലത്തിൽ ജാനകിക്കുട്ടിയായി മലയാളികൾ ഏറ്റെടുത്ത നികിത രാജേഷാണ് അലീനയായി എത്തുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾക്ക് ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനോ കഥാഗതിക്കോ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വേറിട്ട് നിൽക്കുന്ന സംസാര ശൈലി, കഥാപാത്രത്തിന്റെ അഭിനയ മികവ്, വസ്ത്രധാരണം എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ് ഈ സീരിയൽ.
വൈജയന്തി സ്വന്തം മകളെ തിരിച്ചറിയുന്ന നിമിഷത്തിൽ എത്തിപ്പെടാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടതുണ്ട്. സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ വേലക്കാരിയായി കഴിയേണ്ടി വരുന്ന പെൺകുട്ടി, കൂടപ്പിറപ്പായി കാണേണ്ടവരിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വരുന്നവളാണ് അലീന. ജീവന തുല്യം കരുതിയവരെ നഷ്ടപ്പെടേണ്ടി വരുന്നവൾ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന അലീന പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചും പ്രതിസന്ധികളെ മനോബലത്തോടെ തരണം ചെയ്തും പ്രചോദനമായി കൊണ്ടിരിക്കുന്നു. അനാവശ്യമായി ഡയലോഗ്സോ സീനുകളോ ഇല്ലാതെ മിതമായ അഭിനയമുള്ള കഥാപാത്രങ്ങളുമായി സീരിയൽ കുടുംബ പ്രേക്ഷക ഹൃദയം കീഴടക്കി മുന്നേറി വരികയാണ്. നോവൽ പോലെ സീരിയലും മനോഹരമായി തീരും എന്നതിൽ സംശയമില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.